ഹലോ, ഇന്ന് നമ്മൾ നല്ലൊരു പൊടിദോശയാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഡ്ഡലി മാവ് കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടൊരു വെറൈറ്റി പൊടിദോശയാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് എടുക്കാൻ വേണ്ടി. ഇഡ്ഡലി മാവാണെങ്കിൽ ഇച്ചിരി ലൂസാക്കി എടുത്താൽ മതി. ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഞാനിതുപോലെ നല്ല നേർങ്ങനെ ദോശമാവ് ഇങ്ങനെ പരത്തി എടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ദോശ ചെയ്യുന്ന പോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമ്മളിത് കുക്ക് ചെയ്യുക. അപ്പോൾ പൊടി ഉപയോഗിക്കുന്നത് നമ്മളെ ഇഡ്ഡലി പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഉപയോഗിക്കാൻ പോകുന്നത്. അതിൻ്റെ റെസിപ്പിയും നമ്മൾ ഷോർട്സിലുണ്ട്. ഉഴുന്ന്, വറ്റൽമുളക്, അതുപോലെ തന്നെ കുറച്ച് കായമിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മളത് പൊടിച്ചെടുക്കാൻ തുരുതുരായിട്ട് പൊടിച്ചെടുക്കും, ഉപ്പ് ഇട്ടിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് പൊടി ഉണ്ടാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ആക്കി നോക്കണേ. അത് നമുക്ക് എപ്പോഴും ഒരു കറി ഇല്ലെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയാണ്. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിനകത്തേക്ക് ഇതുപോലെ പൊടി ഒരു സ്പൂൺ വെച്ചിട്ട് ഒരു 1 to 1.5 ടീസ്പൂൺ പൊടി ഇട്ട് കൊടുക്കുക നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. അപ്പം ദോശയിൽ കുറച്ച് നന്നായിട്ട് എണ്ണ ഒഴിക്കണം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോഴേ ആ പൊടി അതിൽ നല്ലതായിട്ടൊന്ന് മിക്സായി വരുള്ളൂ. അപ്പം നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു തവി വെച്ചിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലതായിട്ട് അതിലൊന്ന് മിക്സായി വരും. നല്ല ടേസ്റ്റിയാണ്. ഇച്ചിരി ക്രിസ്പി ആയിട്ട് എടുക്കുന്നത് നല്ലത്. അപ്പോൾ കുറച്ച് നേരം കുക്കായിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല ക്രിസ്പി ദോശയാണ്. ഇതിന് വേറെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല. മേലെ ഞാൻ കുറച്ചും കൂടി എണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. എന്നും ഒരേ ദോശ കഴിച്ച് ബോറടിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ വെറൈറ്റീസൊക്കെ ട്രൈ ചെയ്ത് നോക്കാമെന്ന്. കുട്ടിക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ആക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കും കൂടിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.